എടാ, ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മൾ എന്തെല്ലാം പഠിച്ച് എത്ര ഫീസ് പരീക്ഷ എഴുതി എന്നിട്ടൊരു ജോലി കിട്ടിയ. നാട്ടിലെ ചെറിയ പിള്ളേർക്ക് വരെ ജോലി കിട്ടി. നമ്മൾ മാത്രം നിശ്ചയം ഓർത്തു. ഇതെല്ലാം തട്ടിപ്പാറ്റാ. എടാ, ഈ ഗവൺമെന്റ് പണി കിട്ടിയാൽ രക്ഷപ്പെട്ട്. എത്രയാടാ അവർക്ക് ലീവ്? അടുത്ത ആഴ്ച 2 ലീവാ വരുന്നത്. ഒന്ന് പെസഹ വ്യാഴം, ഒന്ന് ദുഃഖവെള്ളി. ഇങ്ങനെ പറയുന്നു, 2 ലീവാ. ഈ പെസഹവാഴും ദുഃഖവെള്ളി ഏത് ദിവസമായിരുന്നു? ഓറ ഭാഗ്യം തന്നെ. നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി കിട്ടി. നിങ്ങൾ എന്ത് വർത്താനപ്പ പറയുന്നു? നമ്മളെന്താ പഠിച്ചിട്ടല്ലേ പരീക്ഷ എഴുതുന്നത്? പണി കിട്ടാത്ത നമ്മളെ കുറ്റ. ജോലി കിട്ടായേ വെറും പഠിപ്പ് മാത്രം പോരാ, കുറച്ച് ലോക വിവരം വേണം. PSC പരീക്ഷ എഴുതി ജയിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. പലരും വർഷങ്ങളോളം ഉറക്കൊഴിഞ്ഞ് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. ഉറക്കൊഴിഞ്ഞിട്ടൊന്നും പഠിക്കാൻ കഴിയില്ലേ? സ്കൂൾ പോകുമ്പോൾ തന്നെ ഉറക്കൊഴിഞ്ഞ് പഠിച്ചില്ല, പിന്നെ ഇപ്പോ എല്ലാം പറ്റി. കേരളത്തിലെ ഓരോ പൗരനും ഒരേപോലെ അവസരം. അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ച് കൃത്യമായി കഴിവ് തെളിയിച്ചാൽ ഗവൺമെന്റ് ജോലി ആർക്കും കിട്ടും. പിന്നെ കുറച്ചൊരു ഈശ്വര വിശ്വാസം, അതും നല്ലതാ. എടാ, ഇത്ര സമയം വർത്തമാനം പറഞ്ഞ് ചങ്ങായി എടുത്തു. എടാ, അതൊന്നും പറയുന്നില്ല.